അമേരിക്കയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കും F1 വിസയിൽ പഠനം പൂർത്തിയാക്കി H1B വിസയ്ക്കായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിനിർണായകമായ ഒരു ഇമിഗ്രേഷൻ വാർത്തയാണ് ഇപ്പോൾ US-ൽ നിന്നും പുറത്തുവരുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS H1B വിസ ലോട്ടറി സെലക്ഷൻ പ്രക്രിയയിൽ വലിയ രീതിയിലുള്ള നയപരമായ തിരുത്തലുകളും മാറ്റങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നടന്നിരുന്ന ലോട്ടറി തിരിമറികൾ പൂർണ്ണമായും തടയുന്നതിനും ഉയർന്ന യോഗ്യതയും ഉയർന്ന ശമ്പളവുമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്നതിനുമായി പ്രഖ്യാപിച്ച വെയ്റ്റഡ് ലോട്ടറി സെലക്ഷൻ സംവിധാനം 2026-ൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ വിസ സെലക്ഷൻ സാധ്യതകളെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി പ്രതിവർഷം 8500 H1B വിസകളാണ് US ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നത്. ഇതിൽ 65,000 വിസകൾ ജനറൽ ക്യാപ്പിലും 20,000 വിസകൾ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം നേടിയവർക്കുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ 4 ലക്ഷത്തിലധികം അപേക്ഷകൾ വരുന്ന ഈ സാഹചര്യത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ലോട്ടറി വഴിയാണ് വിസ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. മുൻകാലങ്ങളിൽ ചില വ്യാജ കൺസൾട്ടൻസികളും വ്യാജ കമ്പനികളും ഓരോ വ്യക്തിക്കായി ഒന്നിലധികം രജിസ്ട്രേഷനുകൾ സമർപ്പിച്ച് ലോട്ടറിയിൽ തെറ്റായ മുൻഗണന നേടിക്കൊടുക്കുന്ന രീതി നിലനിന്നിരുന്നു. എന്നാൽ USCIS നടപ്പിലാക്കിയ ബെനിഫിഷ്യറി സെൻട്രിക് അഥവാ പാസ്പോർട്ട് അധിഷ്ഠിത രജിസ്ട്രേഷൻ പ്രക്രിയ വഴി ഒരു വ്യക്തിക്ക് എത്ര കമ്പനികൾ അപേക്ഷ സമർപ്പിച്ചാലും ഒരു എൻട്രി മാത്രമേ ലഭിക്കൂ എന്ന നിബന്ധന കർശനമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് 2026-ൽ പ്രാബല്യത്തിൽ വന്ന H1B വെയ്റ്റഡ് ലോട്ടറി സിസ്റ്റം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ വേജ് ലെവൽ അഥവാ ശമ്പള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇനി ലോട്ടറി സാധ്യതകൾ നിർണ്ണയിക്കപ്പെടുന്നത്. പുതിയ റൂൾ അനുസരിച്ച് ജോലി തസ്തികയും വാഗ്ദാനം ചെയ്യുന്ന ശമ്പളവും വേജ് ലെവൽ 3-ലുള്ള അപേക്ഷകർക്ക് 3 എൻട്രികളും വേജ് ലെവൽ 2-ലുള്ള അപേക്ഷകർക്ക് 2 എൻട്രികളും ലഭിക്കുമ്പോൾ എൻട്രി 1 തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 1 എൻട്രി മാത്രമായിരിക്കും ലഭിക്കുക. US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നതനുസരിച്ച് വേജ് ലെവൽ 4-ൽ അപേക്ഷിക്കുന്ന സീനിയർ IT ജീവനക്കാരുടെ ലോട്ടറി സെലക്ഷൻ സാധ്യത 61% മുകളിൽ ആയി ഉയരുമ്പോൾ എൻട്രി ലെവൽ ജോലികളിൽ ഉള്ളവരുടെ സാധ്യത 15%-ഓളമായി കുറയുന്നു. ഇത് അമേരിക്കയിലുള്ള ചെറുപ്പക്കാരായ മലയാളി പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് STEM OPT കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ അമേരിക്കയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന പുതിയ ബിരുദധാരികൾക്ക് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 4 ശമ്പളം നൽകാൻ തൊഴിലുടമകൾ തയ്യാറാകാത്ത പക്ഷം ലോട്ടറി ലഭിക്കാനുള്ള സാധ്യതകൾ കുറയാൻ ഇടയുണ്ട്. എന്നാൽ നിലവിൽ അനുയോജ്യമായ പരിചയസമ്പത്തുള്ള മിഡ് ലെവൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡേറ്റ സയന്റിസ്റ്റുമാർ, സിസ്റ്റം ആർക്കിടെക്റ്റുകൾ, മാനേജർമാർ എന്നിവർക്ക് പുതിയ മാറ്റം വലിയ അനുഗ്രഹമായി മാറും. ലോട്ടറി രജിസ്ട്രേഷൻ വേളയിൽ തന്നെ തൊഴിലുടമകൾ അതാത് തസ്തികയിലുള്ള SOC കോഡ്, ജോലി ചെയ്യുന്ന സ്ഥലം, കൃത്യമായ വാഗ്ദാനം ചെയ്യുന്ന വാർഷിക ശമ്പളം എന്നിവ USCIS പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ കമ്പനിയുടെ ഇമിഗ്രേഷൻ അറ്റോർണിമാരുമായി സംസാരിച്ച് നിങ്ങളുടെ ജോലിയുടെ വേജ് ലെവൽ എത്രയാണെന്ന് ബോധ്യപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനു പുറമെ വിസ ലഭിക്കാത്ത അപേക്ഷകർക്കായി ഗ്യാപ്പ് സംരക്ഷണം സംബന്ധിച്ച നിയമങ്ങളും പ്രാബല്യത്തിലുണ്ട്. F1 വിസക്കാരായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് വിദ്യാർത്ഥികളുടെ വിസ കാലാവധി സെപ്റ്റംബർ 30 വരെ സ്വയമേ നീട്ടി നൽകുന്ന ഗ്യാപ്പ് പ്രൊട്ടക്ഷൻ ലഭ്യമാകണമെങ്കിൽ അപേക്ഷകൾ സമയബന്ധിതമായി ഫയൽ ചെയ്യേണ്ടതുണ്ട്. H1B ലോട്ടറി ലഭിച്ചില്ലെങ്കിൽ മലയാളി IT ഉദ്യോഗാർത്ഥികൾക്കായി മറ്റിതര ഇമിഗ്രേഷൻ വഴികളും ലഭ്യമാണ്. സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള ക്യാപ് എക്സംപ്റ്റ് അപേക്ഷകൾ, L1 ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വിസകൾ, അപൂർവ കഴിവുകളുള്ളവർക്ക് നൽകുന്ന O1 വിസകൾ എന്നിവയും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അമേരിക്കൻ IT കമ്പനികൾ തങ്ങളുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശമ്പള നിരക്കും സ്പെഷ്യാലിറ്റി ഒക്യുപേഷൻ യോഗ്യതകളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കുക. ഇത്തരം നിർണായകമായ അമേരിക്കൻ ഇമിഗ്രേഷൻ വാർത്തകളും തൊഴിൽ അപ്ഡേറ്റുകളും കൃത്യമായി മനസ്സിലാക്കാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.